ഫാദറോടും മദറോടും പറഞ്ഞൂടെ? അവിടെ സിംഗപ്പൂരുകാരുടെ പെണ്ണ് കാണലിന്റെ ഡിസ്കഷൻ നടക്കുമ്പോഴും വാസന്തി കേട്ട് നിൽക്കുന്നുണ്ട്. എനിക്കിതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇംഗ്ലീഷിൽ ഫെയ്റ്റ്ലെസ് എന്ന് പറയും. എന്റെ വിധി ഇതാണ് എന്ന നിങ്ങളുടെയൊക്കെ ഒരു സ്റ്റുപ്പിഡ് ആറ്റിറ്റ്യൂഡ് മേരിക്ക് മനസ്സിലാവില്ല. ഓ, മനസ്സിലാവും. ഞാൻ മംഗലത്ത് വീട്ടിലെ ആയിപ്പോയി എന്നല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. ചേച്ചി, വാസന്തി, മധുരം ഇടാത്ത ചായ അച്ഛന് വേറെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് എടുക്കും. പണ്ട് കണ്ടതിന്ന് ഒരു വ്യത്യാസമില്ല. കുട്ടികളെ കഷ്ടപ്പെടുത്താൻ അങ്ങോട്ട് പോണം, അതേ ഉള്ള ആഗ്രഹം. ഷുഗർ അതേണ്ടോ? അമ്പലത്തിൽ പാൽപ്പായസം വിടില്ല. ഷുഗറ് പ്രഷറ് ഒക്കെ ആവശ്യത്തിനുണ്ട്. കണ്ണാടിക്കാരാണല്ലോ. ഞാൻ മുത്തശ്ശന്റെ അടുത്ത് പോയി നിൽക്കട്ടെ. വയ്ക്കോ. ചേച്ചി വരുന്നില്ലേ? ചേച്ചിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊന്നും അറിയില്ല. വല്ല വിട്ടിത്തും പറ്റിയാലോ? നീ എങ്ങോട്ടാ? ഞാൻ അവിടെ ഒരു ഭാഗത്തിരുന്നാ മതി. അമ്മേ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? പോ പുറത്ത്. വാസന്തിയുടെ താഴെയുള്ള കുട്ടിയല്ലേ? അതെ. ഇടയ്ക്ക് ഒരു അപസ്മാരം വരും അവക്ക്. ഇടയ്ക്കോ? ഇപ്പൊ സ്കൂളിലേക്കില്ലല്ലോ. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ചില ഏജൻസീസ് ഷോക്ക് കൊടുത്തിട്ടും കുട്ടിക്ക് മുഴുവൻ അങ്ങോട്ട് മാറിയില്ലല്ലേ? സാരമില്ല, ഇത് കുടിച്ച് കുറച്ച് കിടക്ക്. ഇനി ഒന്നും വരില്ല. ആ നേരം നോക്കി തന്നെ വേണം നിന്റെ ഒരു ദണ്ണവളക്കം. ആശ്രീകരം അവളെ അപ്സെറ്റ് ആക്കാതെ നിങ്ങളൊന്ന് പോവോ? എടി, എന്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. തന്നെ ആരോട് അങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒരു നല്ല കാര്യത്തിന് ഞങ്ങളൊക്കെ വേണ്ടേ? കുട്ടി പേടിക്കണ്ട കേട്ടോ. 5 ഉറുപ്പിയുടെ കഥീനെ വേണ്ടി ഞാൻ നടത്തുന്നുണ്ട്. ആ ചില്ലാനും കൂടെ തന്നാ ഉപകാരം. പോടോ അവിടുന്ന്. ചായയുടെ ഒട്ടേ അസലായിരുന്നു കേട്ടോ. അവര് വന്നിരുന്നു. ചടങ്ങായിട്ടൊന്നും വന്നതല്ല. നടക്കില്ല. തെറ്റിപ്പിരിഞ്ഞ ലക്ഷണമാണ്. ഞാൻ കൈയടിക്കണോ? ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടണോ? അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഒരു സമാധാനമായില്ലേ? ആലോചനകൾ ഓരോന്നായി വരും, അതൊക്കെ തെറ്റിപ്പിരിയും. അതുവരെ ഞാൻ കാത്തിരിക്കാമെന്നാണോ നീ പറഞ്ഞോണ്ടിരുന്നത്? ദൈവം ഒരു വഴി കാണിച്ചു തരും. ഉവ്വ്. എന്നിട്ട് വിറ്റഴിയാത്ത മുതലാവുന്ന കാലത്ത് നിനക്കൊരു ധൈര്യം വരും, അതല്ലേ? ഞാൻ പറഞ്ഞത് വിശദീകരണം വേണ്ട. നീയില്ലാത്ത ജീവിതം വ്യർത്ഥമെന്ന് തോന്നുന്ന സ്റ്റേജിലെത്തിയ വിട്ടിക്കാമുകയല്ല ഞാൻ. ആണിന് ചേർന്നൊരു ഓഫർ ഞാൻ തന്നു. നീ മംഗലത്ത് വീട്ടിലായാലും ശരി, ബക്കിംഗ്ഹാം കൊട്ടാരത്തിലായാലും ശരി, സ്വീകരിക്കണോ വേണ്ടോ എന്നത് നിന്റെ ഇഷ്ടം. എനിക്ക് വേറൊന്നും വേണ്ട. വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ല വസന്തി.
വരൂ, ഇങ്ങോട്ട് വന്നോളൂ. നീ വരൂ, വന്നോളൂ. ഡോക്ടറുടെ മകൻ ചെയ്യാൻ ഇരിക്കാ. വെറുതെ വന്നതാ. ആ അനിലില്ലേ? പറയുമ്പോൾ ചങ്ങാതിയെ കണ്ട് കുറെ ദിവസമായല്ലോ. ഇയാൾക്ക് എന്താ സപ്ലൈ ഉണ്ടോ കഞ്ചാവിന്റെ പൊടി? അതെന്താ ഇപ്പൊ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞത്? പിന്നെ ചെറിയ കുട്ടിക്ക് അവസാനം ഉള്ളതുകൊണ്ട് ഡോക്ടർക്ക് ഒരു ശങ്ക. ചേന് സന്തോഷം കേട്ടോ. അല്ല, ഇതില് മക്കളും കുട്ടികളും ഉണ്ടാകുമ്പോ അവർക്ക് ഈ സൂക്കേട് വന്നാലോ എന്ന് ചെറിയൊരു ഭയം വീട്ടുകാർക്ക്. മിസ്റ്റർ ജയൻ, വല്ല മാനുഫാക്ചറിംഗ് യന്ത്രം വാങ്ങുന്ന പോലെയാണോ കല്യാണം? സിംഗപ്പൂരിലെ സിസ്റ്റം എനിക്കറിയില്ല. ഐ എം വാസന്തിസ് കസിൻ. നട്ടും ബോൾട്ടും ശരിയല്ലേ? പ്രോഡക്റ്റ് പുറത്തു വിടുമ്പോ ക്വാളിറ്റി ഉണ്ടാവില്ലേ എന്നൊക്കെ ശരിക്കും നോക്കണം. കുട്ടികളെ ഉണ്ടാക്കുന്ന ചെറിയൊരു ഫാക്ടറി വിലക്കെടുക്കലല്ലേ കല്യാണം? എനിക്കിത് പുതിയൊരു അറിവാണ്. സോറി, ഞാൻ അച്ഛനിരിക്കുമ്പോ ഞാൻ അങ്ങനെ സംസാരിച്ചത് തെറ്റായി. പക്ഷേ സാരല്ല, അസലായി. ചിലപ്പോ അങ്ങനെയും വേണം. ഒരു തെറ്റില്ല. ഒന്നും മേക്കഴുകണമല്ലോ കുട്ടി. ഓ, കിട്ടിയോ? സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് ഏജന്റിനോട്. രാവിലെ പോകുമ്പോ ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം, മറക്കാതെ. ഒരുപാട് പേർക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഫ്രണ്ട്സിനാണ്. സരസു മലയാളിയാണ്. അവക്ക് മാത്രം ഇവിടുത്തെ വിശേഷങ്ങൾ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അതിലെ അപ്പേട്ടനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് കുറെ. എന്റെ വങ്കത്തരങ്ങളാവും കൂടുതലും അല്ലേ? വങ്കത്തരം നല്ലതൊക്കെ ഉണ്ട്, അത് അവള് പറയും. അവളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അവളേതോ മുന്തിയ ജാതിക്കാരിയാണ്. എന്നാ വിഷുവിന് പറ്റേ ഒന്ന് കേമാക്കാം. എനിക്ക് പറ്റിയ വല്ല ജോലിയും കിട്ടുമോ ഈ ഭാഗത്ത്? എന്തിന്? പണിയെടുക്കാതെ വെറുതെ ഇരിക്കേ, അതൊരു ലൈബിലിറ്റി, ഒരു ഭാരാവില്ലേ? ഞാൻ പണിയെടുക്കുന്നില്ലേ? മീര നിൽക്കുന്ന ഒരു ഭാരമാണെന്ന് ആർക്കാ തോന്നണേ? ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടല്ല. എന്നാലും മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നാ മതി. മീരയുടെ പങ്കൂടെ ഞാൻ അധ്വാനിച്ചോളാം, പോരെ? എരഞ്ഞിക്കലെ ദേവകമ്മയ്ക്ക് ഒരു മകളില്ലേ? ഉണ്ടായിരിക്കും. ഉണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ കുട്ടിയുടെ ജാതകം ചോദിച്ചിരിക്കുന്നത്ര ഡോക്ടർ മേനോൻ. ഏകദേശം ഉറപ്പിച്ചു എന്നാ കേട്ടത്. ഉറപ്പിച്ചോട്ടെ, അവരുടെ ഇഷ്ടം. ഇതാ വേറൊരു ഏജൻസിയുടെ പ്രപ്പോസൽ. സ്റ്റീൽ പാത്രങ്ങൾക്ക് ഇപ്പൊ നല്ല മാർജിനാ. പരമേശ്വര മാഷയുടെ മകൻ രാമു. അതെ, രാമു തന്നെയാ പേര്. അവനിപ്പോ തരക്കെടില്ലാത്ത പണിയൊക്കെ അത്രേ. ഇലക്ട്രിസിറ്റിയിലെ എഞ്ചിനീയറാ. അതൊന്ന് ശ്രമിച്ചു നോക്കുക. അവരിങ്ങോട്ട് വരണ്ടേ? സിംഗപ്പൂരുകാരുടെ കല്യാണത്തിന് മുമ്പേ നമുക്കിത് നടത്തണം. ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ എന്ന് വെച്ചാൽ ചില്ലറ കാര്യാന്ന വിചാരം? തൊട്ടേനൊക്കെ കൈക്കൂലിട്ടുന്ന ഉദ്യോഗം അല്ലേ? വാസന്തേ, ഇങ്ങോട്ട് വരൂ. പരമേശ്വര മാഷയുടെ മകള് നിന്റെ ഒപ്പം പഠിച്ചിട്ടില്ലേ? ആ കുട്ടിയുടെ ഏട്ടൻ എഞ്ചിനീയർ അല്ലേ? മാഷയുടെ മൂത്ത മകൻ. അറിഞ്ഞൂടാ. എന്തിനാ? നിന്റെ ജാതകം ചേരുമെന്ന് നോക്കാൻ. സിംഗപ്പൂരുകാര് ഇപ്പൊ കാശ് കണ്ട ആൾക്കാരാ. അവർക്ക് എന്ത് തറവാടുത്താ ഉള്ളത്? മാഷൊക്കെ പൂർവികമായിട്ട്. അമ്മേ, എന്റെ കല്യാണത്തിന്റെ വേറൊരു വെപ്രാളം തുടങ്ങുമായിരിക്കും അല്ലേ? നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ മാഷയുടെ ഭാര്യ വീട്ടുകാര്? എനിക്ക് വേണ്ടി അമ്മ തറവാട്ടുകാരെ അന്വേഷിച്ച് കഷ്ടപ്പെടണ്ട. പിന്നെ നീയാണോ അന്വേഷിക്കാൻ ഇറങ്ങണത്? അതെ, എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നിനക്കിഷ്ടം? എന്താ പറഞ്ഞത് നീ? ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സമയമാവുമ്പോൾ നിങ്ങൾ രണ്ടാളെ അറിയിക്കും. അതിനെന്താ, നല്ലതല്ലേ? പക്ഷേ അതിന്റെ ചില മാമൂലും ചടങ്ങൊക്കെ ചെയ്യാൻ ഞങ്ങളോട് അറിയണ്ടേ? മാമൂൽ അനുസരിച്ചിട്ടാവില്ല. രജിസ്റ്റർ ഓഫീസിൽ 2 സാക്ഷികൾ മതി. വേറെ ചടങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. ദാറ്റ് വാസ് ഗ്രേറ്റ്. ആളാരെ എന്താന്ന് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞാൽ മതി. അടിച്ചു പുറംപൊളിക്കുമെന്നാ വിചാരിച്ചത്. ഷോക്ക് മാറിയാൽ ഇനി കലാപം തുടങ്ങും. Bloody hell, this house is something. ആരാ?
At last we meet again, my little girl. ആരാ ചേച്ചി? Come on. ആരാ? ബോംബെന്ന് വന്നതാണ്. ടിബിയിലാണ് താമസം എന്ന് പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ വഴി വെച്ച് വയ്ക്കുമ്പോഴാണ് എന്നെ കണ്ടത്. ഇത് അച്ഛൻ്റെ കൊടുത്തേക്ക്. Come on, Miranda, we're waiting. Get ready. ഒന്നുമില്ല അപ്പേട്ടാ. ആരാ? വേണ്ടപ്പെട്ടവരാണെങ്കിൽ അത്തേക്ക് വിളിക്കേ. ബോംബെന്ന് വന്നതാണ്. Who's this beggar? Beggar? നിന്റെ തന്ത? അരുതപ്പേട്ടാ. If you don't come now, I'll come back with a police warrant. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. പറയാ, ആരാ ഇത്? അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ്. മേലൊക്കെ കടിക്കണ്. കിടക്കയിൽ ഉറുമ്പുണ്ടോന്ന് നോക്കൂട്ടി. എന്താ? എനിക്കൊന്ന് പോകേണ്ടി വരും. പോയിട്ട് പിന്നെന്ന് വരും? നിർബന്ധാണെങ്കി വിഷു കഴിഞ്ഞിട്ട് പോയിക്കോളൂ. അമ്മയെ കാണാതെ വിഷമം തോന്നുന്നുണ്ടാവും. ഇപ്പൊ പോയാലും ചിങ്ങത്തില് വരണം. ചിങ്ങത്തിലാ എന്റെ പിറന്നാള്. പിറന്നാള് ഓണവും അടുത്തടുത്താ. വല്ലേ?